ഭിന്നശേഷിക്കാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളികൾ നേരിടുന്നവരുടെ സൗകര്യാർത്ഥം പള്ളി, പള്ളിമുറി, പാരിഷ് ഹാൾ, സ്കൂൾ തുടങ്ങിയ പൊതുസ്ഥാപനങ്ങളിൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശവുമായി മാനന്തവാടി രൂപതാധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേടം സർക്കുലർ പുറപ്പെടുവിച്ചു. ഭിന്നശേഷിക്കാർക്കും മറ്റും പൊതുസമൂഹത്തിൽ സൗകര്യപ്രദമായി വ്യാപരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് സഭാ പ്രബോധനങ്ങളും രാജ്യത്തിൻ്റെ നിയമങ്ങളും അനുശാസിക്കുന്നുണ്ടെങ്കിലും പ്രസ്തുത വിഷയം അധികമൊന്നും ശ്രദ്ധിക്കപ്പെടാത്തതും ചർച്ച ചെയ്യപ്പെടാത്തതുമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുമാണ് ഒരു സർക്കുലർ പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചതെന്ന് മാർ ജോസ് പൊരുന്നേടം ഷെക്കേന ന്യൂസിനോട് വെളിപ്പെടുത്തി. എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ സംഘടനകളൊക്കെ ഉള്ളത് നമുക്കറിയാം. നമ്മുടെ രൂപതയിലും അതിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരവരുടെ ഒരു ദുഃഖം ഞാനുമായിട്ട് പങ്കുവയ്ക്കാൻ വരികയുണ്ടായി. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഇത് എഴുതാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ ഇതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ പരിഗണിക്കാറില്ല, അല്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ കുറ്റം കൊണ്ടല്ല, പ്രത്യുത അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ സംസാരവും അവരുടെ ആ ദുഃഖം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മുടെ രൂപതയിൽ എല്ലായിടത്തും നടപ്പാക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതാമെന്ന് വെച്ചത്. അതിന് മുമ്പ് തന്നെ ഇക്കാര്യം ബഹുമാനപ്പെട്ട വൈദികരുടെ സമ്മേളനത്തിൽ ഞാൻ പറയുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഞാൻ എഴുതുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കണം. പരമാവധി ഈ ഭിന്നശേഷിക്കാർക്ക് നമ്മുടെ പൊതുസ്ഥാപനങ്ങൾ, അത് പള്ളിയാവാം, പള്ളിമുറിയാകാം, സ്കൂളാകാം, മറ്റ് ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളാകാം, അവിടെ അവർക്ക് പെട്ടെന്ന് കടന്നു വരാനും അവരുടെ വാഹനങ്ങൾ കൊണ്ടുവരുവാനും പാർക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യം കൊടുക്കണമെന്ന് ഞാൻ എഴുതും എന്നും പറഞ്ഞിരുന്നു. പലപ്പോഴും അവർക്ക് മറ്റുള്ളവരോട് മത്സരിച്ച് ഒരു പാർക്കിംഗ് സ്ഥലം കിട്ടാനൊന്നും സാധ്യമല്ല. അല്ലെങ്കിൽ അവർക്ക് സാധാരണ എല്ലായിടത്തും എല്ലാവരും പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് കയറി വരാനും സാധ്യമല്ലായിരിക്കും. ഈ ഒരു പശ്ചാത്തലത്തിൽ അവരുമായിട്ടുള്ള സംസാരമാണ് ഇത് എഴുതാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ഇക്കാര്യത്തിൽ സഭയും അതുപോലെ രാജ്യവുമൊക്കെ വ്യക്തമായിട്ടുള്ള പ്രബോധനങ്ങളും നിയമങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇതെല്ലാം കുറേ കാലം മുമ്പ് ഈ ഐക്യരാഷ്ട്ര സഭയിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിലൂടെയാണ് ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഓരോ രാജ്യത്തിലും നടപ്പാക്കാനുള്ള റെസൊല്യൂഷൻസ് പാസ്സാക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന രീതിയിൽ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ള റെസൊല്യൂഷൻസ് പാസ്സാക്കപ്പെടുകയും അത് ഈ റെസൊല്യൂഷൻ ഒപ്പുവെച്ച എല്ലാ രാജ്യക്കാരും പിന്നീട് നിയമമായിട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഇന്ത്യയും അതുപോലെ ആ റെസൊല്യൂഷൻസൊക്കെ ഒപ്പുവയ്ക്കുകയും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമമാക്കുകയൊക്കെ ചെയ്തതാണ്. സഭ ഇതുപോലെ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു നിയമസംഹിത എന്ന നിലയിലല്ല, പ്രബോധനം എന്ന നിലയിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഒരു സെക്കുലർ ലോകത്തിൽ നിന്ന് മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അതേ അവകാശത്തെക്കുറിച്ച് വ്യത്യസ്തമായൊരു സാഹചര്യത്തിലാണ് പറയുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഛായയിലാണ്. ആ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് അന്തർലീനമായിട്ടുള്ള ഒരു മനുഷ്യ വ്യക്തിത്വം ഉണ്ട്. ആ വ്യക്തിത്വത്തെ നമ്മൾ മാനിക്കണം. അവിടെ ഓരോരുത്തരുടെയും കഴിവുകേടും നോക്കിയിട്ടല്ല അവർ മാനിക്കപ്പെടേണ്ടത്. അതിലുപരിയായിട്ട് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവർക്ക് കൂടുതലായിട്ടുള്ള ശ്രദ്ധ, പരിഗണന കൊടുക്കണമെന്നുള്ള സഭയുടെ അടിസ്ഥാനപരമായൊരു കാഴ്ചപ്പാടുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന അടിസ്ഥാന മാനുഷിക മഹത്വത്തിൽ നിന്നും ഈ ബലഹീനതകൾ അനുഭവിക്കുന്നവർക്ക് കൂടുതലായിട്ടുള്ള ശ്രദ്ധ കൊടുക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നും അതേ സമയത്ത് തന്നെ നമ്മുടെ സെക്കുലർ ലോകം പറയുന്ന മനുഷ്യാവകാശത്തിൻ്റെ ആ കാര്യത്തിൽ നിന്നൊക്കെ നിന്നുകൊണ്ടാണ് സഭ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് നമ്മുടെ സഭയുടെയും അതുപോലെ രാഷ്ട്രത്തിൻ്റെയും എല്ലാം കാഴ്ചപ്പാടിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് മറ്റുള്ളവരോട് മത്സരിച്ചും അല്ലെങ്കിൽ അവരോട് ബലം പ്രയോഗിച്ചൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിയമത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ കിട്ടുകയുള്ളൂ. അവർ ന്യൂനപക്ഷമാണ്. സ്വാഭാവികമായിട്ടും ഈ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയുമാണ്. ഇങ്ങനെയുള്ള ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ നമ്മുടെ പള്ളികളിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വരുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, അതിനുള്ള പരിഹാരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം.
ഒന്നാമതായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന ഇതാണ്, അവർക്ക് പ്രത്യേകിച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അവരുടെ മുച്ചക്ര വാഹനങ്ങൾ അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളാണ് വരിക. അത് വലിയ സ്പീഡിലൊന്നും വരാൻ പറ്റില്ല, ചിലപ്പോൾ കയറ്റമൊന്നും കയറി വരാൻ പറ്റില്ല, ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ അവർക്ക് മുറ്റത്തേക്ക് കയറി വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ വാഹനങ്ങൾക്ക് കയറി വരാൻ പറ്റിയ രീതിയിലുള്ള റോഡുകൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ആ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാകണം. എല്ലാവരും പാർക്ക് ചെയ്യുന്നിടത്ത് അവർക്കൊരു പക്ഷേ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് കുറച്ചുകൂടി പള്ളിയുടെ അടുത്ത് വേണം. അത് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് നല്ലതാണെന്ന്. ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകും പലരും, വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ, ഇന്ത്യയിലും ഉണ്ട്, ചില പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയൊക്കെ മുമ്പിൽ ഈ ഭിന്നശേഷിക്കാർ ഓടിച്ചുകൊണ്ട് വരുന്നൊരു വാഹനത്തിൻ്റെ ചിത്രം കാണും. ആ ചിത്രമുള്ളിടത്ത് അവർക്ക് മാത്രമേ പാർക്ക് ചെയ്യാൻ അനുവാദമുള്ളൂ. അതുപോലെ ഇവർ വരുന്ന വാഹനത്തിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുക, അത് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സ്റ്റിക്കറാണ്, ഇങ്ങനെയുള്ളവരാണ് ഇത് ഓടിച്ചുകൊണ്ട് വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴങ്ങനെ പാർക്കിങ്, കയറി വരാനുള്ള സൗകര്യം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ടോയ്ലറ്റ് സൗകര്യങ്ങൾ. ഇങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവർ പോകുന്നത് പോലെ ടോയ്ലറ്റ് പോകാൻ സാധ്യമല്ല. അപ്പോൾ അവരുടെ വീൽ ചെയർ ഉന്തിക്കൊണ്ട് തന്നെ അവർ തന്നെ ഉന്തിക്കൊണ്ട് പോയി പോകാൻ തക്ക രീതിയിൽ നമ്മുടെ ടോയ്ലറ്റുകൾ, ഇപ്പോൾ പള്ളിയിലാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിലും ഒക്കെ ആ നിയമമുണ്ട് ഇപ്പോൾ തന്നെ, അങ്ങനെ കയറാനുള്ള ആ വീൽ ചെയർ കയറാനുള്ള സൗകര്യത്തോടു കൂടി വാതിലുകൾ അവർക്കുണ്ടാക്കി കൊടുക്കുക, വാതിലുള്ള ടോയ്ലറ്റുകൾ. പിന്നെ അതുപോലെ പള്ളിക്കുള്ളിലേക്ക് കയറാനാണെങ്കിലും വാതിലിന് ആവശ്യമായിട്ടുള്ള ഒരു വീതിയും, അവരുടെ വീൽ ചെയറോട് കൂടിയിട്ടുള്ള കയറാൻ വീതിയും, ആ പടികൾ ഇല്ലാതെ തന്നെ ആയിരിക്കണമെങ്കിൽ അവർക്ക് കയറാൻ പറ്റുകയുള്ളൂ വണ്ടി ഓടിച്ചുകൊണ്ട്. പിന്നെ അവരുടെ വീൽ ചെയർ നിർത്താനുള്ളൊരു സൗകര്യമൊക്കെ പള്ളിയിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. പിന്നെ അവർക്ക് ചിലപ്പോൾ ഈ കണ്ണ് കാണാൻ അന്ധരായിട്ടുള്ളവരുണ്ട്, അവർക്ക് കോളിംഗ് ബെല്ലടിക്കണമെങ്കിൽ ബ്രെയിലിലുള്ള അക്ഷരങ്ങളുള്ള സ്വിച്ചൊക്കെ വേണ്ടി വരും, അത് ചെയ്തു കൊടുക്കുക. ഇനി വളരെ ചുരുക്കം സ്ഥലങ്ങളിലേ ഉള്ളൂ നമുക്കൊക്കെ ലിഫ്റ്റൊക്കെ ഉള്ളൂ. ഈ ലിഫ്റ്റ് ഉള്ളിടത്താണെങ്കിൽ ഇതുപോലെ തന്നെ അതിന്ന് ലിഫ്റ്റ് കമ്പനിക്കാർ തന്നെ ചെയ്തു തരുന്നുണ്ട്. അവരുടെ ഈ ലിഫ്റ്റിൻ്റെ ഓരോ നിലയുടെയും 1, 2, 3 അടയാളപ്പെടുത്തിയിരിക്കുന്നത് ബ്രെയിലും ഉണ്ടാകും. അത് അവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ കൈകൊണ്ട് തപ്പി നോക്കിയിട്ട് അതൊക്കെ പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയും. പിന്നെ അതിനകത്ത് കയറി കഴിയുമ്പോൾ ഇത് ഏത് നിലയിൽ ചെന്നെന്നറിയാനായിട്ട് അതിന് അനൗൺസ്മെൻ്റ് ഉണ്ടാകും. മിക്കവാറൊക്കെ ലിഫ്റ്റിൽ തന്നെ ഇതുണ്ടാകും. അപ്പോൾ അതെല്ലാം നമ്മൾ ലിഫ്റ്റൊക്കെ വയ്ക്കുമ്പോൾ തന്നെ അത് ആവശ്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതുപോലെ നമുക്ക് ഈ ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, ബധിരരായിട്ടുള്ളവർ, അന്ധരായിട്ടുള്ളവർ, സംസാരിക്കാൻ പാടില്ലാത്തവരൊക്കെ, അവർക്ക് വേണ്ടിയിട്ട് സൈൻ ലാംഗ്വേജിലുള്ള തിരുക്കർമ്മങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസവും വേണമെന്നില്ല, എങ്കിലും ഒരു ആണ്ടിൽ 2, 3 പ്രാവശ്യമൊക്കെ അവർക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഉദാഹരണമായിട്ട് ചെവി കേൾക്കാൻ പാടില്ലാത്ത ബധിരരായിട്ടുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്കൊരു വിശുദ്ധ കുർബാന അവർക്ക് മനസ്സിലാകുന്ന ഈ സൈൻ ലാംഗ്വേജിൽ ചൊല്ലാനായിട്ട് സാധിക്കുന്ന വൈദികരുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ രൂപതയിൽ ഈ ബധിരരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, സംസാരിക്കാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് തിരുക്കർമ്മങ്ങൾ നടത്തി കൊടുക്കാനുള്ള സൗകര്യം കൊടുക്കുക. അതിനുവേണ്ടിയുള്ള വൈദികരെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ സന്യസ്തരെയൊക്കെ കണ്ടെത്താൻ പറ്റും, ഈ സൈൻ ലാംഗ്വേജ് പഠിച്ചവർ. അങ്ങനെ ഒരു ആണ്ടിൽ 1, 2 പ്രാവശ്യമൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കും. പിന്നെ എഴുതിയിട്ടില്ലെങ്കിൽ പോലും വൈദികർ, സന്യസ്തരുമൊക്കെ ഇങ്ങനെയുള്ള സൈൻ ലാംഗ്വേജ് സ്വയം പഠിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് സൗകര്യമൊരുക്കി. ഇതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഭിന്നശേഷിക്കാർക്ക് ചെയ്തു കൊടുക്കണം എന്ന് സഭയും സമൂഹവും ഒക്കെ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഇടവകളിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളത്. എല്ലാവർക്കും എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല, കഴിയുന്നത്ര ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്.